എൻ്റെ പേര് പവിത്ര കൃഷ്ണ. കുമാരനല്ലൂർ ലീല സ്കൂളിലെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ത്യൻ ചരിത്രം സാറ് ഓക്സ്ഫോർഡിൽ 15 മിനിറ്റ് പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചത് ഞാൻ കേട്ടിരുന്നു. 200 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിനെ കുറിച്ച് ബ്രിട്ടനിൽ നിന്ന് തന്നെ ശക്തമായും എന്നാൽ ഹാസ്യം ചേർത്ത് അവതരിപ്പിച്ചതിലൂടെ അങ്ങയുടെ നയതന്ത്ര പാഠവും അഗാധ പഠനവും എനിക്ക് മനസ്സിലായി. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ നെല്ലൂർ ബ്രീഡ് പശു വരെ നമുക്ക് അന്യമായി. ഇപ്പോൾ നല്ല മികച്ച ജീവിത സാഹചര്യങ്ങളുടെ അടിമത്തത്തിൽ നമ്മുടെ യുവതലച്ചോറുകൾ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തായി. അവരുടെ അടുത്ത തലമുറയായ മക്കളെയും ദാനം ചെയ്ത് അവിടുത്തെ പൗരന്മാരാക്കി കൊടുക്കുകയാണ്. അടിമത്തം ശരിക്കും മാറിയോ? എൻ്റെ സംശയമാണ്. എനിക്ക് എൻ്റെ രാജ്യവും എൻ്റെ കേരളവും ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ മികച്ച സാഹചര്യത്തിൽ ഒരു ബിസിനസ്സുകാരിയായി ജീവിക്കാൻ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം തടസ്സമാകുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനായി സാർ എന്താണ് വിഭാവനം ചെയ്യുന്നത്? അതിനായി ഞാൻ എന്ത് സ്കില്ലാണ് നേടേണ്ടത്? നന്ദി, നമസ്കാരം. ഇതാണ് നമ്മുടെ ഭാവി. കേരള റെനസോൺസ് ഇസ് ഹിയർ. ആദ്യം ഈ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞത് ഒരു കാര്യം മറക്കരുത്. ചരിത്രമായിരുന്നു ഇത്. 200 വർഷം അതൊക്കെ ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് മറക്കാൻ പാടില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല നമ്മൾ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നലെ നമ്മളുടെ സർക്കാർ പോയിട്ട് അതൊരു സർക്കാരിൻ്റെ ഒപ്പം ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഒപ്പിട്ടു. ഇനി നമ്മളുടെ ബന്ധം എന്തായാലും 2 ഈക്വൽമാരുടെ ബന്ധമാണ്. നമ്മളിപ്പോൾ അവരുടെ ഒരു അടിമയായിട്ടല്ല കാണുന്നത്, മനസ്സിലായില്ലേ? അവരുടെ എക്കോണമിയും നമ്മളുടെ എക്കോണമിയും ഒരേ വലിപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് പുതിയൊരു ബ്രിട്ടീഷുകാരെ കുറിച്ച്. മറ്റേ കാര്യം താങ്കൾ പറഞ്ഞതൊക്കെ എനിക്ക് തോന്നുന്നു താങ്കളാണ് എന്നെ ഉപദേശിക്കേണ്ടത്. കാരണം താങ്കൾക്ക് നന്നായി മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഭാവിയിൽ. അപ്പോൾ താങ്കൾ കാണുന്ന തടസ്സങ്ങൾ എങ്ങനെ മാറ്റണം, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം. താങ്കൾ വലുതായി ഇങ്ങനെ ഈ സാമൂഹ്യത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി വല്ലതും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അനാവശ്യമായ തടസ്സങ്ങൾ വഴിയിലുണ്ടെങ്കിൽ ഞാനായിരിക്കില്ല ഒരു പക്ഷേ എന്നെ പോലെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഇരിക്കുന്ന ആൾക്കാരോടൊന്ന് പറയണം, ഈ തടസ്സങ്ങൾ മാറ്റിത്തരൂ. അങ്ങനെ നമ്മൾ പുതിയൊരു കേരളം കെട്ടാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? എന്താ കുട്ടി പഠിക്കേണ്ടത്? താങ്കൾ ഇഷ്ടപ്രകാരം പഠിച്ചോളൂ. താങ്കൾക്ക് സയൻസ് താല്പര്യമുണ്ടെങ്കിൽ ടെക്നോളജി പഠിക്കൂ. ഞാൻ ചില സബ്ജക്ട്സ് പ്രത്യേകിച്ച് എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ, അത് പഠിച്ചു നോക്കിക്കോളൂ. അല്ലെങ്കിൽ താങ്കൾക്ക് വേറെ ചരിത്രമാണോ, ഡാൻസാണോ, പിന്നെ പ്രഭാഷണം ചെയ്യാനാണോ, രാഷ്ട്രീയത്തിൽ ചേരാനാണോ, അതൊക്കെ താങ്കൾ വലുതായ തീരുമാനിച്ചോളൂ. ഈ പ്രായത്തിൽ എല്ലാം വായിക്കാൻ ശ്രമിക്കൂ, എല്ലാം പഠിക്കാൻ ശ്രമിക്കൂ. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ താങ്കളുടെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവും. കോളേജൊക്കെ എത്തിയ ശേഷം ആ തീരുമാനം എടുത്താൽ മതി. ഇപ്പം എല്ലാം പഠിക്കും കേട്ടോ. ഗുഡ് ലക്ക്.